അന്തിമ ചിത്രം വ്യക്തമാകുമ്പോൾ ബി.ജെ.പിക്ക് മാത്രമായുള്ളത് 240 സീറ്റാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിനേക്കാൾ 32 സീറ്റിന്റെ കുറവ്. എന്നിട്ടും മൂന്നക്ക സംഖ്യ നേടിയ ഒറ്റക്കക്ഷി ബി.ജെ.പി മാത്രമാണ്. കോൺഗ്രസിന് 99 സീറ്റിൽ വിജയിക്കാനായി. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റ് കൂടി. ഈ സീറ്റ് കൂട്ടലാണ് ബി.ജെ.പിയുടെ ഒറ്റക്കക്ഷി ഭരണത്തിന്റെ സാധ്യത ഇല്ലാതാക്കി. സർക്കാരുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എൻ.ഡി.എ യോഗം നടക്കും. നാളെ തന്നെ സർക്കാർ രൂപീകരണം ബി.ജെ.പിയുടെ പദ്ധതികളിലുണ്ട്. ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് 37 സീറ്റാണ്. ഡി.എം.കെക്ക് 22. തൃണമൂൽ കോൺഗ്രസ് തനിച്ചു മത്സരിച്ച് നേടിയത് 29 സീറ്റ്. ഈ പാർട്ടികളുടെ മുന്നേറ്റവും ബി.ജെ.പിയെ തളർത്തി. 16 സീറ്റുള്ള തെലുങ്കുദേശമാണ് എൻ.ഡി.എ മുന്നണിയിലെ രണ്ടാമൻ. ജനതാദൾ യുണൈറ്റഡിന് 12 സീറ്റ്. ഈ രണ്ട് ഘടക കക്ഷികൾക്കുമായി ബി.ജെ.പി മുന്നണിയിൽ 28 സീറ്റുണ്ട്. ഈ രണ്ട് കക്ഷികളും കൂറുമാറിയാൽ ബി.ജെ.പിയുടെ മന്ത്രിസഭാ രൂപീകരണം അവതാളത്തിലാകും. എന്നാൽ അവർ ബി.ജെ.പിയെ കൈവിടില്ല എന്നതാണ് നിലവിലെ സൂചന.